ഇന്ന് നമുക്ക് കപ്പയും കടലയും ചേർത്ത് നല്ലൊരു കറി ഉണ്ടാക്കാം. കപ്പ ആദ്യം ഇതുപോലെ മുറിച്ചിട്ട് നിലക്ക വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചിട്ട് ഊറ്റി വെച്ചതാണ്. ഇത് പകുതി വേവാക്കണം, ആ വെള്ളം ഊറ്റിക്കളയണം. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അരക്കുന്നതിന് വേണ്ടി തേങ്ങ ഒരു മുറി ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, 4 ഉണക്കമുളക്, ഒരു 6 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാള വേണമെങ്കിൽ ചേർക്കാം. ഒരു 4 വെളുത്തുള്ളി, കറിവേപ്പില, ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് ജീരകം. ഇത്രയും സാധനം ഒന്ന് അധികം അരിയണ്ട, ചതച്ച് വെക്കണം. പിന്നെ വറുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ക്രഷ്ഡ് ഉഴുന്നുപരിപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് ഒരു കപ്പ പുഴുക്കുണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ തന്നെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ കപ്പ ചേർക്കുന്നുണ്ട്. വേവിച്ച കടലയും കൂടി ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം തിളപ്പിക്കുമ്പോൾ ചേർത്തത് കൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കടല വേവിച്ച വെള്ളം തന്നെ അതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കൂടി വെള്ളം ചേർക്കണം, ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കാം. അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരക്കേണ്ട തേങ്ങ ചേർക്കാം. പച്ചമുളക്, ഉണക്കമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില. അരക്കപ്പ് വെള്ളം കൂടി ചേർക്കാം. അരക്കപ്പ് എന്നാൽ കുറച്ച് ചേർത്താൽ മതി, അധികം വേണ്ട. മിക്സിയിലെ മൂടിയാക്കിയിട്ട് അരച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് കുറച്ചരഞ്ഞാൽ മതി. തരിതരിപ്പായിട്ട് അരച്ചിട്ടെടുക്കണം, അധികം അരയേണ്ട ആവശ്യമില്ല. ഇനി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കപ്പയും കടലയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര വെള്ളം ചേർത്താൽ മതി. ഇത് പെട്ടെന്ന് വേവുന്നതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഞാനൊന്ന് മൂടി വെച്ചിട്ട് അടക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം വറ്റാനാകുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പം ഇത് നന്നായി വെന്ത് ശരിയായി. ഇനി ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർക്കുകയാണ്. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കണം. നന്നായിട്ട് തിളക്കുമ്പോൾ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കടുകും, കറിവേപ്പിലയും, വറ്റൽമുളകും, ക്രഷ്ഡ് ഉഴുന്നുപരിപ്പും കൂടി വറുത്തിട്ട് ഇടാം. ഇതിപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. ഇതാ കടുകും മുളകും ഇതെല്ലാം വറുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ശരിയാകും. അങ്ങനെ നമ്മുടെ കപ്പ കടല പുഴുക്ക് റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ട്രൈയും ചെയ്യണം. നമുക്ക് വരാതെ കറിവേപ്പിലയും കൂടി ചേർക്കാം.